സജീഷ്, ഇവിടെ ഈ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് സർക്കാരിന് എന്തെങ്കിലും ഔദാര്യമല്ല, അത് ഗൈഡ് ലൈൻ പ്രകാരം കൊടുക്കേണ്ട നഷ്ടപരിഹാരമാണ്. അപ്പോൾ ഇന്നിപ്പോൾ മന്ത്രി പറയുകയാണ് 10 ലക്ഷം അല്ലാതെ 11 ലക്ഷമാക്കുന്നു. SC/ST വിഭാഗത്തിൽപ്പെട്ടവർ മരിച്ചാൽ 11 ലക്ഷം എന്ന് പറയുന്നത് കേന്ദ്ര ഗൈഡ് ലൈനാണ്, ഏതെങ്കിലും തരത്തിൽ ഔദാര്യമല്ല. വെടിവെക്കാൻ ഉത്തരവ് ആർക്കും ചെയ്യാവുന്നതാണ്, വെടിവെക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനപ്പുറം കാട്ടാനയായും കാട്ടുപോത്തായും പന്നിക്കൂട്ടങ്ങളായും മനുഷ്യരെ മലയോര മേഖലകളിൽ ഈ കാട്ടുമൃഗങ്ങൾ കൊന്നൊടുക്കുമ്പോൾ ശാശ്വത പരിഹാരത്തിനായി നമുക്കൊന്നും ചെയ്യാനില്ലേ? SK സജീഷ്, ഈ വിഷയത്തിനകത്ത് ശാശ്വതമായതും പ്രായോഗികമായതും കൂട്ടായതുമായിട്ടുള്ള പരിഹാരം തന്നെയാണ് വേണ്ടത്. കുറേയേറെ കാര്യങ്ങൾ ഹാഷ്മിയുടെ ഇൻട്രോ ഉൾപ്പെടെ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഭയന്നു പോകുന്ന നിലയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഫോറസ്റ്റ് നിയമം 1972 ഫോറസ്റ്റ് നിയമം അനുസരിച്ച് മാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ നിയമത്തിൽ ഭേദഗതി വരുത്താൻ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് അവകാശമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിയമത്തിനകത്ത് ആവശ്യമായ ഭേദഗതി വരുത്തണം. എന്നാൽ മാത്രമേ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയൂ എന്ന് കേരളത്തിൻ്റെ നിയമസഭ ഏകകണ്ഠമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 14/2/2024 നിയമസഭ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. നിരവധി തവണ നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്. അതുപോലെ തന്നെ നിയമസഭ സബ്ജക്റ്റ് കമ്മിറ്റി 2024 ഈ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പ്രത്യേകമായിട്ടുള്ള നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. ഇത്തരം നിവേദനങ്ങളെല്ലാം സമർപ്പിക്കുമ്പോഴും അതിൽ മാറ്റം വരുത്തുന്നതിന് പകരം കൂടുതൽ കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. അതിലിപ്പോൾ പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം എന്ന് നിരവധി തവണ കേരളത്തിലെ നിയമസഭ ഉൾപ്പെടെ ആവശ്യപ്പെട്ടു. പക്ഷേ അതിന് തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ കാണേണ്ടത് ഷെഡ്യൂൾ 1, 2, 3, 4, 5 പെടുന്ന ജീവികളെയാണ് കൊന്നാൽ കുഴപ്പമില്ലാത്തത്. പക്ഷേ ഷെഡ്യൂൾ 5 തന്നെ ഇപ്പോൾ ഒഴിവാക്കി കളയുന്ന നിലയിലേക്കാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ ഷെഡ്യൂൾ 5 പെടുന്ന മൃഗങ്ങളെ കൊന്നാൽ പോലും, ജീവികളെ കൊന്നാൽ പോലും പ്രശ്നമാകുന്ന നിലയിലേക്ക് മാറുന്നു. മാത്രവുമല്ല, കുരങ്ങുൾപ്പെടെയുള്ള ജീവികൾ ഷെഡ്യൂൾ 1 വരികയാണ്. അതായത് കടുവയും ആനയും ഒക്കെ ഉൾപ്പെടെയുള്ള ജീവികൾ കൊല്ലപ്പെട്ടാൽ അല്ലെങ്കിൽ അത് ചത്താൽ എങ്ങനെയാണോ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ട, അതുപോലെ കുരങ്ങിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ ഷെഡ്യൂൾ 1 വന്നിരിക്കുന്നു എന്നതുൾപ്പെടെ കാണേണ്ടതുണ്ട്. ഇവിടെ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും എന്നത് കൂട്ടായി തന്നെ ആലോചിച്ചും കൂട്ടായി തന്നെ പരിശ്രമിച്ചും പരിഹരിക്കേണ്ട വിഷയമാണ്. ആളുകളിൽ ആദി ഉണ്ടാക്കുക, ഭീതി ഉണ്ടാക്കുക, ആരെങ്കിലും കുറ്റപ്പെടുത്തുക. 23 ജനുവരിയിലാണെന്ന് ഓർമ്മ. പുതുശ്ശേരി വെള്ളാരംകുന്ന് പള്ളിപ്പുറത്ത് തോമസ് എന്നൊരു കർഷകർ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അന്ന് നമ്മൾ സർവകക്ഷി യോഗം ചേർന്നു, അന്ന് പരിഹാരമാർഗം തേടി, എന്തൊക്കെയോ മാസ്റ്റർ പ്ലാൻ നമ്മൾ തയ്യാറാക്കി, എന്തൊക്കെയോ താങ്കൾ ഈ പറഞ്ഞ പോലെ കൂട്ടായിരുന്ന വലിയ ആലോചനയിൽ എന്തൊക്കെയോ എത്രയൊക്കെ ഇന്ന പ്രശ്നങ്ങൾ പരിഹാരങ്ങൾ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി സർക്കാരിന് മാർച്ചിൽ സമർപ്പിച്ചതാണ് എന്നാണ് എൻ്റെ അറിവ്. SK സതീഷ്, ആ മാസ്റ്റർ പ്ലാനെ പറ്റി സജീഷ് എന്തെങ്കിലും അറിവുണ്ടോ? അതിനുശേഷം ആ മാസ്റ്റർ പ്ലാനിൽ ചെയ്ത എന്തെങ്കിലും ഒരു നടപടി അങ്ങേക്ക് അറിവുണ്ടോ? മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയേണ്ടതാണ്. ഞാൻ പറയട്ടെ. ഈ വനംവകുപ്പുമായി ബന്ധപ്പെട്ട് അന്ന് തയ്യാറാക്കപ്പെട്ട മാസ്റ്റർ പ്ലാൻ അത് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ സമർപ്പിച്ചു. കേന്ദ്ര സർക്കാർ ഇതുവരെ ആ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് 628 കോടി രൂപയുടെ പാക്കേജ് ഉണ്ട്. ആ പാക്കേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കുകയോ അത് പരിഗണിക്കുകയോ ചെയ്യുന്ന സമീപനം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നതുകൂടി നാം കാണേണ്ടതുണ്ട്. കാര്യങ്ങൾ കൂടി എല്ലാം കൊണ്ട് കേന്ദ്രത്തിലേക്ക് വെക്കല്ലേ? ഞാൻ പറയട്ടെ, എല്ലാം കൊണ്ട് കേന്ദ്രത്തിലേക്ക് വെക്കല്ലേ? ആ മാസ്റ്റർ പ്ലാൻ 6 ഭാഗങ്ങളാണ്. അല്ല, ഞാൻ പറഞ്ഞുതരാം. ആ മാസ്റ്റർ പ്ലാൻ എല്ലാം കൊണ്ട് കേന്ദ്രത്തിലേക്ക് വെക്കല്ലേ? ഇല്ല, ഞാൻ പറയുന്നത് കാട്ടിൽ കളയേണ്ട സമയം ഞാൻ യോജിക്കുന്നു. ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ഈ അതിർത്തികളിൽ മനുഷ്യരെ കാട്ടുമൃഗങ്ങൾ കൂട്ടത്തോടെ വേട്ടയാടി കൊല്ലുമ്പോൾ സർക്കാർ ചെയ്യാൻ കഴിയുന്ന ചെയ്യുന്നുണ്ടോ? സജീഷ്, 6 ഭാഗങ്ങളായി പറഞ്ഞ മാസ്റ്റർ പ്ലാനിൽ എന്താണ്? അതിൽ വനം വകുപ്പിന്റെ സംവിധാനങ്ങളുടെ പോരായ്മകൾ, ജില്ലയിൽ ഓരോയിടത്തും അഭിവൃദ്ധി പ്രശ്നങ്ങളുടെ സ്വഭാവം, ഏത് രീതിയിൽ പരിഹരിക്കാൻ കഴിയുമെന്ന കാര്യങ്ങൾ, ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. കേന്ദ്ര സഹായം തൽക്കാലം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരു സ്റ്റെപ്പ് ചെയ്ത് പറയാമോ സജീഷേ? എല്ലാം കേന്ദ്രത്തിലേക്ക് വെക്കാതെ. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊല്ലപ്പെടുന്നതിനപ്പുറത്തേക്ക് അവരുടെ കൃഷി നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജീവിയായി നിൽക്കുന്നത് പന്നിയാണ്. പന്നിയുടെ ശല്യമാണ്. പന്നി ആളുകളെ കൊല്ലുന്ന പ്രശ്നവും വരുന്നുണ്ട്. ഈ പന്നിയുടെ ഉപദ്രവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ചുമതല പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് നൽകിയത്.
മറ്റൊരു സംസ്ഥാനത്ത് പോലും 1972 ഈ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ പറയട്ടെ അവിടെ കൊടുത്തത് മറ്റ് ഇവിടെ ആദ്യമായി കൊടുത്തത് കേരളത്തിലെ സർക്കാരാണ്. നിങ്ങൾ തർക്കിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തർക്കിക്കാം, അതിനൊന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്കത് തെളിയിക്കുകയോ തർക്കിക്കുകയോ ചെയ്യാം. നാട്ടിൽ ഇറങ്ങി ആക്രമിക്കുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള ഇത്തരത്തിലുള്ളൊരു നിലപാട് ലൈസൻസ് ഉള്ള ആളുകൾക്ക് കാട്ടുപന്നികളെ കൊല്ലാനുള്ള നിലപാട് കേരളത്തിൽ സ്വീകരിക്കപ്പെട്ടു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടോ? ഇന്ത്യയിലെ കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ടൈഗറിൻ്റെ അക്രമം പരിശോധിച്ചാൽ ഇന്ത്യയിലെ ആവറേജ് ഒരു വർഷത്തെ ടൈഗർ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണം 56 അതിൽ കൂടുതൽ കേരളമല്ല. ഒന്നാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും, രണ്ടാം സ്ഥാനത്ത് UP-യും, മൂന്നാം സ്ഥാനത്ത് വെസ്റ്റ് ബംഗാളും ഉൾപ്പെടെയാണ്. ഈ 3 സംസ്ഥാനങ്ങളിലാണ് 75% ആളുകളും ടൈഗറിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. 621 ആളുകളാണ് 2014 മുതൽ 2024 വരെ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടത്. ഈ നിലയിലേക്ക് കേരളത്തിലില്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. എന്നാൽ കേരളത്തിലെ പ്രശ്നത്തെ ഗൗരവമായി നമ്മൾ കാണേണ്ട എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. രാജ്യത്ത് ഈ നിയമം നിലനിൽക്കുന്ന ഈ കേന്ദ്ര നിയമത്തിൽ താങ്കൾ പറഞ്ഞു, ഞാൻ നമുക്ക് വേദനയുടെ സങ്കടത്തിന്റെ ഈ രാത്രി നമുക്ക് കണക്ക് പറഞ്ഞിരിക്കണം. ആഷ്മി, നമുക്ക് വേദനയുടെ സങ്കടത്തിന്റെ ഈ രാത്രി ആഴ്ചയിൽ ഒന്നോളം കാട്ടാന ചവിട്ടി തേച്ച് കളയുന്ന മനുഷ്യരുടെ ചോര കാണുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് കേരളത്തിലാണ് ഏറ്റവും കുറവ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കണോ SK സജീഷ്? അത് വിവേകമാണോ? താങ്കൾ തന്നെ ആലോചിച്ച് കണക്ക് പറയൂ, അത് വിവേകമാണെങ്കിൽ. അല്ല ഹാഷ്മി, ഞാൻ വിവേകം അവിവേകം പറയാനിരിക്കുന്നയാളല്ല. നല്ല വിവേകത്തോടു കൂടി നടക്കുന്ന ചർച്ചയിലല്ലേ നമുക്ക് വിവേകത്തോടു കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി പറ്റൂ. നിങ്ങളുടെ ഇൻട്രോയിൽ പറഞ്ഞ കാര്യം എന്തൊക്കെയാണ്? എനിക്കത് കേട്ടിട്ട് അത്ഭുതം തോന്നി. നിങ്ങളൊരു ഇൻട്രോ ഇങ്ങനെ തയ്യാറാക്കി വെക്കുക, അതിൽ എത്രമേൽ ആരെയും ആക്രമിക്കാൻ എന്ത് ഭാഷയും പ്രയോഗിക്കാം. വാക്കുകൾക്ക് ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. ആ അർത്ഥത്തെക്കുറിച്ചും അത് ആരിലാണ് ചെന്ന് പതിക്കുന്നതെന്നും എന്താണ് അതിൻ്റെ മറ്റുള്ളവരിൽ ഉണ്ടാകുന്ന അഭിപ്രായം എന്ത് എന്നെല്ലാം സ്വയം പരിശോധിക്കുക. അങ്ങനെ പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഈ രാജ്യത്ത് 217 ആള് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ വസ്തുതാവിരുദ്ധമായ ഒരൊറ്റ കാര്യം ചൂണ്ടിക്കാണിക്കൂ. ഒരു കാര്യം, ഞാൻ താങ്കളോട് തർക്കിക്കാനില്ല ആഷ്മി. എൻ്റെ ഉദ്ദേശം അതല്ല. താങ്കളോട് തർക്കിച്ച് സമയം കളയാൻ ഉദ്ദേശിച്ച് വന്നിരിക്കുകയല്ല ഞാൻ. അതിനെനിക്കിട്ട് സമയവുമില്ല. താങ്കൾക്ക് എന്തു പ്രയോഗിക്കാം, അതിനുള്ള അധികാരം ഈ ചാനലിനകത്ത് ആഷ്മിക്കുണ്ട്. അത് ആഷ്മി ചെയ്തോളൂ. പക്ഷേ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഈ നിയമം ഇപ്പോഴും അതികർശനമായി ഇതെല്ലാം ചെയ്യണമെന്ന് പറയുമ്പോഴും നമ്മുടെ രാജ്യത്ത് ആവറേജ് എലിഫന്റ് ആക്രമണത്തിൽ 517 പേരും ആവറേജ് 56 പേർ കടുവ ആക്രമണത്തിലും കൊല്ലപ്പെടുന്നുണ്ട്. അതിൽ കേരളം കുറവാണ് എന്നതൊരു വസ്തുതയാണ്. ആ വസ്തുത നിലനിൽക്കെ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങളിലേക്കാണ് നാം പോകേണ്ടത്. അങ്ങനെ പോകുന്ന സമയത്ത് നാം കാണേണ്ടത് ഇവിടെ അല്ല ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ ആഷ്മി. ഇവിടെ ഒരു ചില 1-2 പോയിന്റുകൾ കൂടി പറഞ്ഞ് അവതരിപ്പിക്കേണ്ടതുണ്ട്. അത് ചർച്ചയുടെ ഒരു മര്യാദയുടെ ഭാഗമായിട്ടാണ്. ഈ കേന്ദ്ര നിയമത്തിന്റെ വകുപ്പ് 11, ആ വകുപ്പ് ഒഴിവാക്കാൻ പറ്റാത്ത കാരണമുണ്ടെങ്കിൽ മാത്രമേ ഒരു മൃഗത്തെ, ഷെഡ്യൂൾ 1-ൽപ്പെട്ട മൃഗത്തെ കൊല്ലാൻ വേണ്ടി പറ്റൂ. ജില്ലാ കലക്ടർക്ക് പോലും അതിൽ ഇടപെടാൻ വേണ്ടി കഴിയില്ല. 19/2/24 കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പോലും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു കടുവ ഇറങ്ങിക്കഴിഞ്ഞാൽ 6 അംഗ സമിതി രൂപീകരിക്കണം, കമ്മിറ്റി രൂപീകരിക്കണം എന്നതാണ് നിയമം. അതിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും അതുപോലെ തന്നെ NTCAയുടെ പ്രതിനിധിയും ഒരു NGO പ്രതിനിധിയും പഞ്ചായത്തിൻ്റെ പ്രതിനിധിയും DFO ഉൾപ്പെടെയുള്ള കമ്മിറ്റി, ആ കമ്മിറ്റി പരിശോധിച്ച് എന്തെല്ലാമാണ് അവിടെ ക്യാമറ സ്ഥാപിക്കണം, ഇത് വരുത്തിയ പരിക്കിനെ കുറിച്ച് പരിശോധിക്കണം, ഒക്കെ ഉണ്ട്. ഇപ്പൊ 13 പേരെ 2018 നവംബറിൽ 13 പേരെ മഹാരാഷ്ട്രയിൽ കൊലപ്പെടുത്തിയ പണ്ടൻഗൗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് 13 മനുഷ്യരെ കൊലപ്പെടുത്തിയ അവനി എന്ന് പറയുന്ന പെൺകടുവയെ ഷൂട്ടഡ് സൈറ്റിന് ഓർഡർ കൊടുത്തു ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ. ഇപ്പോഴും കേസ് നടക്കുകയാണ്. 60% മനുഷ്യനെ ഭക്ഷിച്ചു എന്ന് തെളിവ് വെച്ചിട്ടാണ് ഷൂട്ടഡ് സൈറ്റ് ഓർഡർ കൊടുത്തത്. ഇപ്പോഴും ബോംബെ എന്തുകൊണ്ട് വെടിവെച്ച് കൊല്ലാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. ശരി, ഞാൻ അങ്ങനെ സജീഷ് കുറച്ചുകൂടി വിശദമായി പോകണം, ആ വിഷയത്തിൽ പോകണം. ഞാൻ അങ്ങനെ കോടതി ഇപ്പോഴും ആവശ്യപ്പെടുന്നത് താങ്കൾ പറയാണ് എന്ന് തെളിയിക്കുമെന്നാണ്. അതാണ് പ്രശ്നം. പ്രാകൃതമായ ഒരു നിയമം നിലനിൽക്കുമ്പോൾ ആ നിയമത്തിനെതിരായി കൂട്ടായി അണിനിരക്കാൻ വേണ്ടി കഴിയും. ഇത് ആളെ കൊന്നാലും ഈ കടുവ അവരുടെ ആസ്ട്രേലിയയിലെ ദേശീയ മുഖമായിട്ടുള്ള കങ്കാരുവിനെ
ഒരു നിശ്ചിത കാലയളവ് വെച്ച് കൊല്ലാൻ ജനങ്ങൾക്ക് അനുമതി കൊടുക്കുന്ന സമീപനമുണ്ട്. ഇവിടെ അത് ഉണ്ടാകുന്നില്ല. അപ്പോ നമുക്ക് എന്താണ് പ്രശ്നം? എന്ത് വിഷയം കിട്ടിയാലും ഇവിടെ കേരളത്തിൽ സർക്കാരിനെ കുറ്റം പറയുക, അതിന് കഥാപ്രസംഗ രൂപത്തിൽ എന്തും അവതരിപ്പിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. എന്റെ ഇൻട്രോ താങ്കൾ അലോസരപ്പെടുത്തിയെങ്കിൽ താങ്കൾക്ക് അതിൽ വസ്തുതാവിരുദ്ധമായി എന്തെങ്കിലും ഒരു പോയിന്റ് കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അവസരപ്പെടുത്തില്ല. ഞാൻ ഇതിലും വലുത് അല്ല, ഞാൻ പറഞ്ഞു 101% വസ്തുതകളാണ് ഞാൻ പറഞ്ഞത്. വസ്തുതാവിരുദ്ധമായ ഒരു ഒറ്റ പോയിന്റ് കാണിച്ചു തരാൻ അല്ലെങ്കിൽ ശതമാനം പോലും വസ്തുതയിലേക്ക് അടക്കാതെയാണ് നിങ്ങളുടെ ഇൻട്രോ അവതരിപ്പിച്ചത്. ഒരു കാര്യം പറയാം, ഒറ്റ വസ്തുതാവിരുദ്ധമായ കാര്യം പറയാം. മറ്റുള്ളവരെ അവമതിക്കാനുള്ള ഒരു വസ്തുതാവിരുദ്ധമായ കാര്യം അങ്ങേക്ക് പറയാമോ? എന്തൊക്കെയാണ് നിങ്ങൾ വിളിച്ചു പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ അതാർക്ക് പിന്നെ ഒരു വസ്തുതാവിരുദ്ധമായ കാര്യം അങ്ങേക്ക് പറയാമോ? എനിക്ക് ഉറപ്പുണ്ടല്ലോ. ഒരു മനുഷ്യനും ഞാൻ വേണം ഒന്നുകൂടെ കേൾപ്പിക്കാം. നിങ്ങളുടെ ഇൻട്രോ ഞാൻ വേണം ഒന്നുകൂടെ കേൾപ്പിക്കാം. ഒരു വസ്തുതാവിരുദ്ധമായ കാര്യം പറയാമോ? അല്ല നിക്ക് ഹാഷ്മി, ഒന്നുകൂടെ അല്ല 10 തവണ കേൾപ്പിച്ചാലും ശരി, നിങ്ങൾ അവതരിപ്പിക്കുന്ന ഇൻട്രോയിലെ അതിൽ വസ്തുതാവിരുദ്ധമായ ഒന്നും കണ്ടെത്താൻ കഴിയില്ല. എനിക്ക് ഉറപ്പുണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് പ്രശ്നമല്ല. ശരി നിങ്ങൾ ആളുകളെ കുറ്റപ്പെടുന്ന ഒരു കഥാപ്രസംഗം അല്ലാണ്ട് മറ്റെന്താണ് അവതരിപ്പിച്ചത്? ഈ വസ്തുതകൾ ഇവിടെ നമ്മൾ മലയോരത്തെ മനുഷ്യരെ കാട്ടാനകൾ എത്ര പേരാണ് ആലോചിച്ചത്. ഒരു എൽദോ, ഒരു അമറിലാഹി, ഒരു മണി, അത് കഴിഞ്ഞൊരു സ്ത്രീ, ദാ ഇന്നൊരു രാധ. ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച നോക്കിയാൽ മതി സജീഷേ, മനുഷ്യരെ ചവിട്ടി തേക്കുക എന്ന് പറഞ്ഞാൽ ഈ ആനയൊക്കെ ചവിട്ടി കൊല്ലുന്നുണ്ടല്ലോ. തലയും കയ്യും കാലും വയറും പണ്ടവും വേറെ കിടക്കുന്ന ശരീരങ്ങൾ കാണുക. നമ്മുടെ കഥാപ്രസംഗം ഇവിടെ. ഞാൻ അങ്ങയിലേക്ക് എത്താം. ഞാൻ അങ്ങയിലേക്ക് എത്താം.